ഹേയ് ഗായ്സ്, എല്ലാവർക്കും മല്ലു ഫിലിം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2004 പുറത്തിറങ്ങിയ തായ് ഹൊറർ മൂവിയായ ഷട്ടർ എന്ന മൂവിയെ കുറിച്ചാണ്. അപ്പം നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. ലവേഴ്സായ ജെയിനും ടാനും അവന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നത്. അങ്ങനെ നിയന്ത്രണം വിട്ട കാർ ആ പെൺകുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം ഒരു പോസ്റ്റിൽ ഇടിച്ച് കാർ അവിടെ നിൽക്കും. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ വണ്ടി ഇടിച്ച പെൺകുട്ടി റോഡിൽ കിടക്കുന്നത് അവൾ കാണുന്നത്. എന്നാൽ അവളെ രക്ഷിക്കാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ താൻ അവളെ തടയും. കാരണം നമ്മൾ രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവളെ രക്ഷിക്കാൻ നിന്നാൽ പോലീസ് കേസൊക്കെ വന്ന് കേസ് നമ്മളെ മണ്ടയിലാവും. അതുകൊണ്ട് വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് നല്ലതെന്ന് അവളോട് പറയും. അങ്ങനെ മനസ്സില്ല മനസ്സോടെ അവളും കാർ എടുത്ത് വീട്ടിലേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. ടാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒരു കോളേജിൽ ഫോട്ടോ എടുക്കാനായി വിളിക്കും. അങ്ങനെ അവൻ അവരുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഫോട്ടോയുടെ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അവൻ ക്യാമറ മാറ്റി അല്ലാതെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഫോട്ടോ ഒരു സ്റ്റുഡിയോയിൽ അവൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കും. എന്നിട്ട് ആ പ്രിന്റ് ചെയ്ത് കിട്ടിയ ആ ഫോട്ടോ അവൻ നോക്കുമ്പോൾ ആ ഫോട്ടോയിലെല്ലാം എന്തോ ഷാഡോ പോലെ എന്തോ ഉണ്ടായിരുന്നു. അത് ആ സ്റ്റുഡിയോക്കാർ ഫോട്ടോ പ്രിന്റ് ചെയ്ത പ്രശ്നമാണെന്ന് കരുതി അവൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ പ്രിന്റിങ്ങിന് യാതൊരു കുഴപ്പവുമില്ല, നീ തന്ന ഫോട്ടോയുടെ ഫിലിമിന്റെ പ്രശ്നമാണ്. നീ ഈ ഫോട്ടോയെ നോക്കി എല്ലാത്തിലും എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അവർ പറയും. അവനെടുത്ത ഫോട്ടോയുടെ പ്രശ്നമാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൻ ആ ഫിലിം വാങ്ങി അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ജെയിൻ അവന്റെ റൂമിലേക്ക് വരുന്നതാണ്. റൂമിൽ വന്നതും അവൾ അവിടെ ആരെയും കാണില്ല. അതുകൊണ്ട് തന്നെ അവന്റെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കും. അതുകൊണ്ട് ടാൻ അകത്തുണ്ടെന്ന് കരുതി അവൾ ആ ഡോർ തുറക്കാൻ നോക്കുമ്പോൾ ആ ഡോർ തനിയെ ഓപ്പൺ ആയി വരും. ഇത് കണ്ട് പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പയ്യെ ആ മുറിക്കുള്ളിലേക്ക് കയറും. എന്നാൽ ആ മുറിക്കുള്ളിൽ ആരുമില്ലായിരുന്നു. അപ്പോഴാണ് അവൾ അത് കാണുന്നത്. അവിടുത്തെ വാഷ് ബേസിലെ ടാപ്പിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അവൾ പോയി അത് ഓഫ് ചെയ്യും. അപ്പോഴാണ് ആ കാഴ്ച അവൾ കാണുന്നത്. ആ വാഷ് ബേസിൽ നിന്ന് ഒരു പെണ്ണിന്റെ തലമുടി പൊങ്ങി വരുന്നതാണ് അവൾ കാണുന്നത്. ഇത് കണ്ട് പേടിച്ച് അവൾ റൂമിന് പുറത്തേക്ക് ഓടാൻ നോക്കുമ്പോൾ ആ ഡോർ ആരോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പയ്യെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കണ്ട കാഴ്ച ആ വാഷ് ബേസിൽ നിന്ന് ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് അവൾ കണ്ടത്. ഇത് കണ്ട് പേടിച്ച് അവൾ നിലവിളിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ഇത്ര നേരം അവൾ കണ്ടത് ഒരു സ്വപ്നമായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ടാൻ വന്ന് അവൾ അവനുമായി സംസാരിക്കുവാണ്. ആ പെൺകുട്ടിയെ വണ്ടി ഇടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പോഴാണ് ടാൻ അന്നെടുത്ത ഫോട്ടോകൾ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ ഫോട്ടോയിൽ ഒരു പെൺകുട്ടിയുടെ വ്യക്തമല്ലാത്ത ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് കണ്ടതും ജെയിൻ അവനോട് പറയും, നമ്മൾ കാറിടിച്ച ആ പെൺകുട്ടി മരിച്ചുപോയി കാണും, അവളുടെ പ്രേതമായിരിക്കും നമ്മളെ ഇപ്പോൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതും ടാൻ പറയും, നീ ടെൻഷൻ അടിക്കാതിരിക്കും, നമുക്ക് നാളെ ഇതൊന്ന് പോയി അന്വേഷിക്കാം, എന്താണെന്നപ്പോൾ അറിയാലോ. അങ്ങനെ അടുത്ത ദിവസം ടാൻ ജെയിനെയും കൂട്ടി ആ ആക്സിഡന്റ് നടന്ന ആ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിയോട് ഇവിടെ വല്ല ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ട് അയാൾ പറയും, ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു, ആരോ മദ്യപിച്ച് ഈ പോസ്റ്റിൽ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു, എന്നിട്ട് നിർത്താതെ പോയി. ഇത് കേട്ട് അവൻ അയാളോട് ചോദിക്കും, ആ ആക്സിഡന്റിൽ ആരെങ്കിലും മരിച്ചോ അതോ പരിക്ക് പറ്റിയോ എന്ന്. എന്നാൽ അയാൾ പറയും, ഇല്ല സാർ, ഇവിടെ ആരും മരിച്ചതുമില്ല പരിക്ക് പറ്റിയതുമില്ല, ഈ പോസ്റ്റിൽ ആരോ വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് നിർത്താതെ പോയി, അത്രേ സംഭവിച്ചുള്ളൂ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ കൂട്ടതും ജെയിന് ടെൻഷൻ കൂടും. നമ്മൾ ഇടിച്ചു തെറിപ്പിച്ച ആ പെൺകുട്ടി പിന്നെ എവിടെ പോയി? നമ്മൾ കണ്ടതല്ലേ ആ പെൺകുട്ടി വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കുന്നത്. ഇതൊക്കെ കേട്ട് ടാൻ പറയും, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, ചിലപ്പോൾ അവളെ ആരെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോയി കാണും. അങ്ങനെ ടാൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കും. അതിനുശേഷം വീട്ടിൽ വന്ന ടാൻ ആ പെൺകുട്ടിയുടെ രൂപം കണ്ട ആ ഫോട്ടോ എടുത്ത് അവൻ കട്ട് ചെയ്ത് പ്രിന്റ് ചെയ്തെടുത്ത് അതൊന്നുകൂടി പരിശോധിക്കും. അപ്പോഴാണ് ആ ഫോട്ടോയിൽ നിന്ന് ആ പെൺകുട്ടി പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കുന്നത്. അത് കണ്ട് പേടിച്ചു പോയ അവൻ അടുത്ത ദിവസം തന്നെ ആ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്ന ആ ഷോപ്പിൽ പോയി അയാളെ ഇത് കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. ഇത് കണ്ട് അയാൾ പറയും, ഇത് കണ്ട് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, കാരണം ചിലരെടുക്കുന്ന ഫോട്ടോസിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. എന്നിട്ട് അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലെയുള്ള കുറച്ച് ഫോട്ടോകൾ അവന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, കണ്ടോ, ഇതുപോലെ ചില ഫോട്ടോസ് എനിക്കും കിട്ടാറുണ്ട്, ഇതിനെ ഡബിൾ എക്സ്പോഷൻ എന്നാ പറയുന്നത്. ഇത് കേട്ട് ടാൻ പറയും, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഇനി ഇതിനെക്കുറിച്ച് അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ടാൻ അവിടെ നിന്ന് പോകും. അങ്ങനെ വീട്ടിൽ ചെന്ന് അവന്റെ സ്റ്റുഡിയോയിൽ അവൻ പ്രിന്റ് റെഡിയായിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ജെയിൻ അങ്ങോട്ട് വരുന്നത്. അവൻ അവളോട്, ഇന്ന് നീ നേരത്തെ വന്നോ എന്ന് ചോദിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ ആ ഫോൺ എടുക്കാൻ പോകും. ഫോൺ എടുക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചത് ജെയിനായിരുന്നു. അവൾ ഇന്ന് വരാൻ ലേറ്റ് ആകും എന്നാണ് അവൾ ഫോണിലൂടെ പറഞ്ഞത്. ഇത് കേട്ടതും അവൻ ആകെ ഷോക്കായി പോകും.
കാരണം കുറച്ചു മുമ്പാണ് അവൾ അവന്റെ അടുത്ത് നിന്നത്. അപ്പോൾ കുറച്ചു മുമ്പ് അവനോട് സംസാരിച്ചത് ആരായെന്നറിയാൻ അവൻ ഫോൺ അവിടെ ഇട്ടിട്ട് അവൻ നേരെ അവളെ നോക്കാൻ പോകും. എന്നാൽ അവിടെ ആരെയും കാണില്ല. അങ്ങനെ അടുത്ത ദിവസം ജെയിനും ടാനും കൂടി പോസ്റ്റ് ഫോട്ടോസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു മാഗസീന്റെ ഓഫീസിലേക്ക് പോകും. എന്നിട്ട് അവിടെയുള്ള എഡിറ്ററിനെ കണ്ടിട്ട് അവരുടെ മാഗസീനിലുള്ള ഫോട്ടോസിനെ കുറിച്ച് ചോദിക്കും. ആ ഫോട്ടോസ് എല്ലാം അവർ എഡിറ്റ് ചെയ്തതാണെന്നും അതെല്ലാം ഫേക്ക് ഫോട്ടോസ് ആണെന്നും വരിക്കാരെ കൂട്ടാനുള്ള അവരുടെ ഒരു വഴിയാണെന്നും അയാൾ അവരോട് പറയും. ഇത് കേട്ട് ടാൻ അയാളോട് ചോദിക്കും, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റിയൽ ആയിട്ടുള്ള ഒരു ഗോസ്റ്റ് ഫോട്ടോസും ഇല്ലേ? അത് കേട്ടതും അയാൾ അവന് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കും. എന്റെ വൈഫിന്റെ മരണത്തിന് ശേഷം ഞാൻ എന്റെ മകനോടൊപ്പം എടുത്ത ഫോട്ടോസ് ആണിത്. എന്നാൽ ഈ ഫോട്ടോസിന്റെ എല്ലാം പിന്നിൽ എന്റെ വൈഫിന്റെ രൂപം കാണാൻ സാധിക്കും. ഇത് റിയൽ ആയിട്ട് എടുത്ത ഫോട്ടോയാണ്. ഇതുപോലുള്ള ഒരുപാട് ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. ആത്മാക്കൾക്ക് ആരെയാണോ കൂടുതൽ ഇഷ്ടം അവർ അവരോടൊപ്പം എപ്പോഴും കാണും. ഒരിക്കലും അവരെ വിട്ടുപോകാൻ അവർക്ക് സാധിക്കില്ല. ഇതെല്ലാം കേട്ടതും ജെയിൻ അയാളോട് ചോദിക്കും, ആത്മാക്കൾക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇത് കേട്ട് അയാൾ പറയും, നമ്മൾ എടുക്കുന്ന ഫോട്ടോസിലെ രൂപങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് എന്താ വേണ്ടതെന്ന്. അങ്ങനെ അടുത്ത ദിവസം ടാൻ ഒരു കപ്പിൾസിന്റെ മാരേജ് ഫോട്ടോഷൂട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നത്. ആ ഇരുട്ടിനിടയിലൂടെ പെട്ടെന്നൊരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടും. അത് കണ്ട് പേടിച്ചവൻ പെട്ടെന്ന് പോയി മെയിൻ സ്വിച്ച് ഓഫ് ആക്കും. എന്നാൽ അവിടെ ആരെയും കാണില്ല. പിന്നെ അടുത്ത ദിവസം താൻ ഹോസ്പിറ്റലിൽ പോകും. കാരണം എന്തെന്നാൽ ആ ആക്സിഡന്റിന് ശേഷം കുറെ ദിവസമായി അവന് കഴുത്തിന് വല്ലാതെ വേദന. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ അവൻ ആദ്യം വെയിറ്റ് ചെക്ക് ചെയ്യും. എന്നാൽ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ വെയിറ്റ് ഒരുപാട് കൂടുതലായി കാണിക്കും. ഇത് കണ്ട നേഴ്സ് അവനോട് പറയും മെഷീൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം അവൻ ഡോക്ടറിനെ കാണും. ഡോക്ടർ എക്സ്റേ ഒക്കെ എടുത്ത് അവനെ പരിശോധിക്കും. എന്നാൽ ഡോക്ടർ എത്രയൊക്കെ പരിശോധിച്ചിട്ടും അവന് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഡോക്ടർ പറയും വേദനയ്ക്കുള്ള മരുന്ന് തൽക്കാലം തരാം. അങ്ങനെ അവൻ അവിടുന്ന് പോകും. എന്നാൽ അന്ന് രാത്രി വീട്ടിൽ പോയി ഉറങ്ങാൻ കിടന്നവന് വേദന കാരണം ഉറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ അവൻ കുറച്ച് വെള്ളം കുടിക്കാനായി ഇറങ്ങിയപ്പോഴാണ് ആരവന്റെ വീട്ടിൽ കയറിയതായി അവൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആരാന്നറിയാൻ വേണ്ടി അവൻ പോയി നോക്കുമ്പോൾ അത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അയാൾ അവനോട് പറയും ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, അതിനു മുമ്പ് അന്ന് നീ എടുത്ത ആ ഫോട്ടോസ് ഒക്കെ എനിക്ക് വേണമെന്ന്. ഇത് കേട്ട് ടാൻ ചോദിക്കും ഏത് ഫോട്ടോസിന്റെ കാര്യമാണ് നീ പറയുന്നത്? അത് കേട്ട് അവന്റെ കൂട്ടുകാരൻ പറയും നീയൊന്ന് നല്ലതുപോലെ ഓർത്തു നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും ഏത് ഫോട്ടോസ് ആണെന്ന്. അതും പറഞ്ഞ് അവന്റെ ഫ്രണ്ട് അവിടുന്ന് പോകും. അങ്ങനെ ടാൻ കുറെ നേരം ഇരുന്ന് ആലോചിക്കും അവൻ ഏത് ഫോട്ടോസിനെ കുറിച്ചാ പറഞ്ഞതെന്ന്. അങ്ങനെ കുറെ നേരം ആലോചിക്കുമ്പോൾ അവനത് മനസ്സിലാകും. അങ്ങനെ അവൻ ആ ഫോട്ടോസ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജെയിൻ അങ്ങോട്ട് വരുന്നത്. ജെയിൻ അവനോട് ചോദിക്കും എന്താ നീ തിരയുന്നത്? ഇത് കേട്ട് അവൻ പറയും ഒന്നുമില്ല, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. താൻ അവിടെ ആ ഫോട്ടോ തിരയുന്നതിനിടയ്ക്ക് ജെയിൻ അവിടെ താൻ നേരത്തെ എടുത്ത ഫോട്ടോകളൊക്കെ നോക്കുകയായിരുന്നു. അതിലൊരു ഫോട്ടോയിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ എന്തോ വെളിച്ചമുള്ളതുപോലെ അവൾക്ക് തോന്നി. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ക്യാമറയുമായി അടുത്ത ദിവസം താൻ ഫോട്ടോ എടുത്ത അതേ സ്ഥലത്ത് പോയി അവൾ ഫോട്ടോ എടുത്ത് നോക്കും. താൻ അന്നെടുത്ത അതേ സ്കൂളിലെ അതേ ബാൽക്കണിയുടെ ഫോട്ടോയാണ് അവളും എടുത്തു നോക്കിയത്. എന്നാൽ അവൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ യാതൊരു കുഴപ്പവും കാണിക്കില്ല. അങ്ങനെ അവൾ ആ സ്കൂളിലെ ലാബിൽ പോയി ഇതേ കണക്ക് ഫോട്ടോ എടുത്തു നോക്കും. അങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ആ ഫോട്ടോയിൽ ഒരു പെൺകുട്ടിയുടെ രൂപം അവൾ കാണുന്നത്. പെട്ടെന്ന് ആ ലാബിൽ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഒരു ഫോട്ടോ താഴെ വീണ് പൊട്ടും. അത് കണ്ട് അവൾ പേടിച്ചെങ്കിലും അവൾ ആ ഫോട്ടോ പോയി നോക്കും. അതിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. നാട്ര എന്നായിരുന്നു അവളുടെ പേര്. പെട്ടെന്ന് അവൾക്ക് ആ പെൺകുട്ടിയെ എവിടെ കണ്ട പോലെ തോന്നും. അന്ന് രാത്രി അവൾ കാറ് കൊണ്ട് ഇടിച്ചു തെറിപ്പിച്ച ആ പെൺകുട്ടിയാണിതെന്ന് അവൾക്ക് മനസ്സിലായി. അത് മാത്രവുമല്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോയിൽ എഴുതിയിരുന്ന അതേ ഇയറിൽ തന്നെയാണ് ടാനും ഈ സ്കൂളിൽ പഠിച്ചത്. അത് കണ്ടതും അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. അങ്ങനെ അവൾ ടാനിന്റെ റൂമിലേക്ക് പോയി അവന്റെ പഴയ സ്കൂളിലെ ഫോട്ടോസ് ഒക്കെ എടുത്തു നോക്കും. അപ്പോഴാണ് ടാനും ആ പെൺകുട്ടിയുമായിട്ടുള്ള കുറെ ഫോട്ടോസ് അവൾക്ക് ലഭിക്കുന്നത്. അത് കണ്ടതും ടാനും ആ പെൺകുട്ടിയും സ്കൂൾ സമയത്ത് അവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അതിനുശേഷം കാണിക്കുന്നത് ടാൻ അന്ന് ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞ് അവന്റെ ഫ്രണ്ടിനെ കാണാൻ അവന്റെ റൂമിൽ പോകുന്നതാണ്. എന്നാൽ അവിടെ ചെന്നതും അവന്റെ റൂം ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ അത് കാണുന്നത്. അവന്റെ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് ചാടാൻ ശ്രമിക്കുന്നു. അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പേ അവന്റെ ഫ്രണ്ട് അതിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചു. അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചപ്പോഴാണ് അവന് കാര്യം മനസ്സിലാവുന്നത്. അവൻ ഇവനെ കൂടാതെ വേറെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ തന്നെ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി സൂയിസൈഡ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് അവൻ ജെയിനുമായി കാറിലിരിക്കുന്ന സമയത്ത് ജെയിൻ ഒരു ഫോട്ടോ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് ചോദിക്കും നിന്റെ കൂടെയുള്ള ഈ പെൺകുട്ടി ആരാന്ന്. അപ്പോഴാണ് അവൻ അവന്റെ സ്കൂൾ ലൈഫിനെ കുറിച്ച് ജെയിനോട് പറഞ്ഞു തുടങ്ങുന്നത്. നാട്രി എന്നാണ് അവളുടെ പേര്. ഞാനും അവളും സ്കൂൾ
സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ആരോടും സംസാരിക്കാത്ത ഒരു ക്യാരക്ടറായിരുന്നു അവൾക്ക്. ആരോടും സംസാരിക്കില്ല, കൂട്ടുകാരില്ല, എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അവളുടെ നടപ്പ്. സുവോളജി ലാബിൽ അവൾ എപ്പോഴും കാരണം അതായിരുന്നു അവളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഞാൻ ക്യാമറയുമായി ചെന്ന് അവൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ പയ്യെ ഞങ്ങൾ അടുത്തു തുടങ്ങി. അങ്ങനെ ആ അടുപ്പം അവസാനം പ്രണയത്തിലായി. എന്നാൽ അവൾക്ക് എന്നോടുള്ള ഇഷ്ടം വളരെ സീരിയസ് ആയിരുന്നു. എന്നാൽ എനിക്കാണെങ്കിൽ അത് വെറും ഒരു തമാശയായിരുന്നു. ഇക്കാര്യമെല്ലാം ഞാൻ എന്റെ ഫ്രണ്ട്സിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു. കാരണം ഇങ്ങനെ ഒരു പെണ്ണുമായി ഞാൻ ഇഷ്ടത്തിലാണെന്ന് അവർ അറിഞ്ഞാൽ അവരെല്ലാം എന്നെ കളിയാക്കും. അതുകൊണ്ടാണ് ഞാൻ അവരോടൊന്നും ഒരു കാര്യവും പറയാഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഞാനും അവളും എല്ലാ സമയവും ഒരുമിച്ചായിരുന്നു. എന്റെ തോളിൽ കയറിയിരിക്കുന്നതായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞാൻ അവളെയും എടുത്ത് കുറെ ദൂരം നടക്കുമായിരുന്നു. ഫോട്ടോഗ്രാഫി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എങ്കിലും എനിക്ക് സ്വന്തമായി ഒരു ക്യാമറ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ അവൾ എനിക്ക് ഗിഫ്റ്റ് ആയി തരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് അടുത്തിരുന്നു. എന്നാൽ സ്കൂളിലെ ആർക്കും ഇതറിയില്ലായിരുന്നു. സ്കൂളിലുള്ള എല്ലാവരും അവളെ കളിയാക്കുമായിരുന്നു. പ്രത്യേകിച്ച് എന്റെ ഫ്രണ്ട്സ് അവളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. എന്റെ മുൻപിൽ വെച്ച് വരെ അവളെ അവരെല്ലാരും കളിയാക്കും. എന്നാൽ എനിക്കത് നോക്കി നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ പയ്യെ ഞാൻ അവളെ അവോയ്ഡ് ചെയ്തു തുടങ്ങി. അവൾ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എന്നെ വിട്ടു പോവല്ലേ, എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ലെന്ന്. എന്നിട്ടും ഞാൻ അവളെ ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ കാണുന്നത് അവൾ കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അന്ന് ഞാൻ അവളെ കുറെ വഴക്ക് പറഞ്ഞ് അവളുടെ അടുത്തുനിന്ന് പോയി. പിന്നീട് ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. ഇതെല്ലാം പറഞ്ഞ് ടാൻ കരയാൻ തുടങ്ങും. അങ്ങനെ ജെയിൻ അവനെ സമാധാനിപ്പിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ജെയിൻ ടാനോട് പറയും, നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്, നല്ലതുപോലെ ഒന്ന് ഉറങ്ങിയാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് അവൾ അവനോട് പറയും. ജെയിൻ അവിടെ ഒരു ക്യാമറ മുൻപേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ ഇവരുടെ ഫോട്ടോകൾ തുടർച്ചയായി എടുക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ജെയിനും ടാനും കൂടെ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവന്റെ കാറിന്റെ മുന്നിൽ ഒരു പ്രേതം വന്നിരുന്നു. അതിനെ കണ്ടതും അവൻ നാട്രിയെ പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് അവൻ കാർ വെട്ടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തും. അങ്ങനെ അടുത്ത ദിവസം ജെയിനും ടാനും കൂടി നാട്രിക്ക് എന്താ സംഭവിച്ചെന്നറിയാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അവളുടെ വീട്ടിലെത്തുന്നതും അവളുടെ അമ്മയെ കാണും. അവളുടെ അമ്മ അവരോട് പറയും, അവൾ മുകളിലത്തെ മുറിയിൽ ഉറങ്ങുവാണ്, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനെന്ന് പറഞ്ഞ് അവളുടെ അമ്മ അകത്തേക്ക് പോകും. അവളുടെ അമ്മ അകത്തേക്കും പോയ അതേ സമയത്ത് ടാനും ജെയിനും കൂടി നാട്രിയുടെ റൂമിലേക്ക് കയറി പോകും. അങ്ങനെ നാട്രിയുടെ റൂമിൽ ചെന്നപ്പോൾ അവർ കണ്ടത് അവൾ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതാണ്. അങ്ങനെ അടുത്തേക്ക് ചെന്ന് നോക്കിയ അവർ കണ്ടത് അത് നാട്രിയുടെ ഡെഡ് ബോഡി ആയിരുന്നു. അവൾ മരിച്ചിട്ട് എത്ര വർഷങ്ങളായെന്ന് അവർക്ക് മനസ്സിലായി. അവൾ മരിച്ചിട്ടും അവളുടെ ബോഡി അടക്കം ചെയ്യാതെ അവളുടെ അമ്മ ആ ഡെഡ് ബോഡി അവളുടെ റൂമിൽ തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ടതിന് ശേഷം അവർ നാട്രിയുടെ അമ്മയോട് കാര്യം പറയുമ്പോൾ അവർ പറയും, എന്റെ മകൾ ഇപ്പോഴും മരിച്ചതായി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവളെ ഇപ്പോഴും അടക്കം ചെയ്യാതെ അവളെ മുറിയിൽ തന്നെ ഞാൻ കിടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടതിന് ശേഷം ജെയിൻ അവരോട് പറയും, അവളെ ഉടൻ തന്നെ നമുക്ക് അടക്കം ചെയ്യണം, ഇല്ലെങ്കിൽ അവളുടെ ആത്മാവിന് ഒരിക്കലും ശാന്തി ലഭിക്കില്ല എന്ന് അവരോട് പറയും. അങ്ങനെ നാട്രിയുടെ ബോഡി അടക്കം ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്തു തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി ജെയിനും ടാനും ഉറങ്ങാൻ കിടന്നപ്പോൾ അവന്റെ പുതപ്പിൽ ആരാ പിടിച്ചു വലിക്കുന്നത് പോലെ അവന് തോന്നി. എന്താണെന്ന് അറിയാൻ വേണ്ടി എഴുന്നേറ്റ് നോക്കിയ അവൻ ഞെട്ടിപ്പോയി. അവന്റെ തൊട്ടടുത്ത് നാട്രിയുടെ പ്രേതം പയ്യെ അവൾ അവന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ പെട്ടെന്ന് അവൻ ജെയിനെ വിളിച്ചുണർത്താൻ നോക്കും. അവൻ എത്രയൊക്കെ വിളിച്ചിട്ടും അവൾ ഉറക്കമെണീക്കില്ല. അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അവൻ കാണുന്നത് ആ പ്രേതത്തെ അവിടെയൊന്നും കാണുന്നില്ല. അങ്ങനെ അവൻ പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അവൻ കണ്ട കാഴ്ച നാട്രിയുടെ പ്രേതം തല കീഴായി അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഇത് കണ്ട് പേടിച്ച് അവൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ഓടും. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഓടിയ അവൻ അവിടെ കണ്ടത് ജെയിൻ അവിടെ നിൽക്കുന്നതാണ്. അവൻ ജെയിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവളോട് പറയും, ജെയിൻ എനിക്ക് പേടിയാകുന്നു, അവൾ എന്നെ എപ്പോൾ വേണമെങ്കിലും കൊല്ലും. പെട്ടെന്നാണ് അവനത് മനസ്സിലായത്. അത് ജെയിനല്ല, അത് നാട്രിയുടെ പ്രേതമായിരുന്നു. നീ ഇപ്പോൾ തന്നെ മരിച്ചോ, എന്നെ ഒരിക്കലും വിട്ടുപോവില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താണ് എന്നോട് ചെയ്തത്? നീ എന്നെ ചതിച്ചിട്ട് പോയവനല്ലേ എന്നും പറഞ്ഞ് അവൾ അവനെ കൊല്ലാൻ നോക്കും. അങ്ങനെ അവളുടെ അടുത്തുനിന്ന് അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ആ ബിൽഡിങ്ങിന്റെ പുറകിലത്തെ ലാഡർ വഴി താഴോട്ട് ഇറങ്ങാൻ നോക്കും. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. തല കീഴായി നാട്രിയുടെ പ്രേതം അവന്റെ അടുത്തേക്ക് വരുന്നു. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ട്, ഞാനില്ലാതെ എങ്ങും നിനക്ക് പോകാൻ സാധിക്കില്ല എന്നവൾ അവനോട് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പേടിച്ച് താഴേക്ക് ഇറങ്ങി അവൻ കാല് വഴുതി നേരെ താഴെ വീഴും. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവൻ കാണുന്നത് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ ജെയിൻ അപ്പോൾ തന്നെ നാട്രിയുടെ അമ്മയെ കണ്ട് അവളുടെ ബോഡി കത്തിച്ചു കളയാനുള്ള ഏർപ്പാടുകൾ ചെയ്യും.
അങ്ങനെ അതോടെ നാട്രിയുടെ ശല്യം ഒഴിവായെന്ന് അവർ കരുതും. അതിനുശേഷം ജെയിൻ നേരെ സ്റ്റുഡിയോയിൽ പോയി അന്ന് ക്യാമറ സെറ്റ് ചെയ്ത് അവൾ ടാന്റെയും ജെയിന്റെയും ഫോട്ടോ എടുത്തില്ലേ, അത് പ്രിന്റ് ചെയ്ത് വാങ്ങും. എന്നിട്ട് അവൾ നേരെ വീട്ടിൽ പോയി അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾ എടുത്ത എല്ലാ ഫോട്ടോകളിലും നാട്രിയുടെ പ്രേതമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ ഫോട്ടോസ് എല്ലാം അടുക്കി വെച്ച് നോക്കും. അപ്പോഴാണ് അവൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, നാട്രിയുടെ പ്രേതമുള്ളത് ആ ഷെൽഫിനുള്ളിലാണെന്ന്. അങ്ങനെ ജെയിൻ അപ്പോൾ തന്നെ ആ ഷെൽഫിൽ എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടി അവിടെ എല്ലാം പരിശോധിക്കും. അപ്പോഴാണ് അവൾക്ക് ആ ഷെൽഫിൽ നിന്നും കുറച്ച് ഫോട്ടോസ് കിട്ടുന്നത്. ആ ഫോട്ടോയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നാട്രിയെ ടാന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് റേപ്പ് ചെയ്യുന്ന ഫോട്ടോസ് ആയിരുന്നു അതെല്ലാം. അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി, ആ ഫോട്ടോസ് എല്ലാം എടുത്തിരിക്കുന്നത് നാട്രിയെ ഒരുപാട് സ്നേഹിക്കുന്ന ടാൻ തന്നെ ആയിരുന്നു എന്ന്. അപ്പോഴാണ് ടാൻ അങ്ങോട്ട് വരുന്നത്. ടാനെ കണ്ടതും കരഞ്ഞുകൊണ്ട് ജെയിൻ അവനോട് കാര്യങ്ങൾ ചോദിക്കും. നീ എന്താണ് ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറയായിരുന്നത്? നീ ഇത്രയ്ക്കൊരു ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതെല്ലാം കേട്ടതിന് ശേഷം അന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് ടാൻ അവളോട് പറയും. ടാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടാന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് നാട്രിയോട് മോശമായി പെരുമാറും. അതേ സമയത്താണ് അവൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അതെല്ലാം കണ്ടിട്ടും അവൻ ഒന്നും ചെയ്യാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവന്റെ ഫ്രണ്ട്സ് അവനോട് പറയും, നീ ഇവളുടെ ഫോട്ടോസ് ഒക്കെ എടുക്ക്, അങ്ങനെ ഉണ്ടായാൽ ഇവൾ പിന്നെ കേസിനും വഴക്കിനും ഒന്നും പോയില്ല. അങ്ങനെ അവന്റെ ഫ്രണ്ട്സ് അവളെ റേപ്പ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം എടുക്കാൻ തുടങ്ങും. എന്നാൽ ടാൻ അങ്ങോട്ട് വരുന്നത് കണ്ട് അവൻ അവളെ രക്ഷിക്കുമെന്ന് കരുതിയിരുന്ന നാട്രിയ ഇതെല്ലാം കണ്ടതോടെ ആകെ തകർന്നു പോകും. ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചതെന്ന് ടാൻ ജെയിനിനോട് പറയും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ടാൻ ജെയിനോട് പറയും, അന്ന് എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ, സോറി എന്ന്. എന്നാൽ ജെയിൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. നിന്നെ പോലൊരുത്തന്റെ കൂടെ എനിക്ക് ജീവിക്കാനാവില്ല എന്നും പറഞ്ഞ് അവൾ അവനെയും വിട്ട് അവിടുന്ന് പോകും. അവൾ അവിടുന്ന് പോയ ഉടനെ തന്നെ അവൻ നാട്രിയുടെ പഴയ ഫോട്ടോസ് എല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ടാൻ ഉറക്കെ പറയാൻ തുടങ്ങി, എവിടെയാ നീ ഉള്ളത്? എന്താ നിനക്ക് വേണ്ടത്? ഒളിച്ചു നിൽക്കാതെ വേഗം മുമ്പോട്ട് വാ, ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അവൻ ക്യാമറ എടുത്ത് അവിടെ എല്ലാം ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. കാരണം അവൾ എവിടെയുണ്ടെന്ന് അവന് കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ അവൻ എല്ലായിടത്തും പോയി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അവന്റെ എല്ലാ മുറിയിലും പോയി ഫോട്ടോ എടുത്തിട്ടും ഒരു ഫോട്ടോയിലും അവളെ കാണാൻ അവന് സാധിച്ചില്ല. നീ ഇവിടെ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ ആ ക്യാമറ എടുത്ത് താഴേക്ക് വലിച്ചെറിയും. അപ്പോഴാണ് താഴെ വീണ ക്യാമറ അവന്റെ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവൻ പോയി ആ ഫോട്ടോ എന്താണെന്ന് നോക്കും. ആ ഫോട്ടോ കണ്ട് അവൻ ഞെട്ടിപ്പോയി. കാരണം അവളുടെ പ്രേതമുള്ളത് അവന്റെ തോളിൽ തന്നെയായിരുന്നു. അപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എന്താണ് അവന് കഴുത്തുവേന വന്നതിന്റെ കാരണമെന്നും അന്ന് വെയിറ്റ് നോക്കിയപ്പോൾ അതിൽ വെയിറ്റ് കൂടുതലായി കാണിച്ചത് എന്താണെന്നും അവൻ ഇപ്പോൾ മനസ്സിലായി. ഇത്രയും നാളും അവളുടെ പ്രേതം തന്റെ തോളിലായിരുന്നു ഇരുന്നതെന്ന് മനസ്സിലാക്കി അവൻ പയ്യെ തിരിഞ്ഞു നിന്ന് കണ്ണാടിയിലേക്ക് നോക്കും. അപ്പോൾ ഇതാ നാട്രിയുടെ പ്രേതം അവന്റെ തോളിലിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചവൻ ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടും. പിന്നെ കാണിക്കുന്നത് അവൻ ഹോസ്പിറ്റലിലുള്ളതാണ്. അങ്ങനെ അവനെ കാണാൻ ജെയിൻ അങ്ങോട്ട് വരും. അങ്ങനെ ജെയിൻ വന്ന് ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് നാട്രിയുടെ പ്രേതം ഇപ്പോഴും അവന്റെ തോളിൽ ഇരിക്കുന്നതാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.